പിന്നെ സാർ എപ്പോഴും പറയും അധികം ലൈഫിലെ ഇത് വെച്ചിട്ട് സാറും സാറിന്റെ ബ്രദറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ സാറും സാറിന്റെ വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ അതൊക്കെ സാറ് സീരിയലിൽ കൊണ്ടുവരാറുണ്ട്. ഡയലോഗ്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് അങ്ങനെ കടുകട്ടി വാക്കുകളോ നമുക്ക് ശരിക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം തുടക്കത്തിലൊക്കെ ഞങ്ങൾ തമ്മിൽ വഴക്കുള്ള സമയത്തൊക്കെ ചേട്ടന്റെ ഡയലോഗ് ഞാൻ വായിക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ പറയാന്ന് നമുക്ക് മനസ്സിൽ തോന്നും. അത് തന്നെയായിരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടാവുക. അപ്പൊ നമുക്കതിങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? മറ്റേത് ഡയലോഗ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ്സും ഇൻസിഡൻസ് ഒക്കെ ആയിരുന്നു. അതുമാത്രമല്ല കുറച്ച് ഈ സാഹിത്യപരമായിട്ടുള്ള സംഭാഷണ ശകലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചിപ്പി രാജാവ് അവർക്കാണ് കുറച്ചും കൂടി ഞാൻ ആ സമയത്ത് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കപ്പിള് സീരിയൽ ഉണ്ടെങ്കിൽ അവർ പറയുന്ന കോൺവെർസേഷൻ നമുക്ക് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നീ എന്നെ എത്ര സ്നേഹിച്ചു എന്ന് എനിക്കറിയില്ല, ഞാൻ എത്ര സ്നേഹിച്ചു നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു അതിന്റെ കോൺവെർസേഷൻസ്. ഈ പെണ്ണിന് ഇഷ്ടമായോ എന്നുള്ളതിൽ എനിക്ക് ഇഷ്ടമായ ഒരു ആംഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗോപികയുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് ഉണ്ട്. അത് ശരിക്കും നെൽസൺ സിനിമകളിലൊക്കെ ഒരു നായികമാർക്ക് ഉണ്ടാവുന്ന ഒരു രീതിയുണ്ടല്ലോ, ഇവരെന്താ എപ്പോഴാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇവര് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടാണോ തമാശയാവുന്നത്, തമാശയായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് സീരിയസ് ആവണോ നമുക്ക് മനസ്സിലാവില്ല. അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നോ? അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് ആദ്യം മീൻസ് ഇതിൽ ഒരുപാട് ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 12 ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ മെയിനായിട്ട് ഈ നായികയുടെ ക്യാരക്ടറാണ് കുറച്ച് ഷെയ്ഡ്സ് ഉള്ളത്. നായകൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ആൾക്കാരിലോട്ട് വരുന്നത്. അങ്ങനെ തന്നെയാണ് എന്റെ എൻട്രിയും വെച്ചിട്ടുള്ളത്. പക്ഷെ നായികയ്ക്ക് ഒരു ഭയങ്കര ഒരു ചെറിയ ബിൽഡപ്പും കാര്യം അതിലൊരു എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് അതങ്ങനെ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ ഈ ഇതിലത്തെ ഗോപിയുടെ ക്യാരക്ടറെ അതിൽ കുറച്ച് നിർഭയങ്ങളുണ്ട്, സ്പോയിലർ ആവുന്ന എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. സാധാരണ ഈ ഷോർട്ട് ഫിലിംസിന്റെ ഒരു ഓവർ സ്വഭാവം ഉണ്ടാവും. ഞാൻ തമാശ പറയാൻ പോവാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതില്ല ഇതിനകത്ത്. RR വർക്ക് ചെയ്തപ്പോൾ പോലും ഇങ്ങനെ സാധാരണ തമാശ വരുന്ന സമയത്ത് ടൈം എന്നൊക്കെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല ഇതിനകത്ത്. അതും കോൺഷ്യസ് ആയിട്ട് എടുത്ത ഡിസിഷൻ ആയിരുന്നോ? അതെ, ഞങ്ങൾ കുറെ സമയം എടുത്തു. ഈ പറഞ്ഞ ഒരുപാട് ഈ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാ ഈ RR പറഞ്ഞ ടീമുകൾ ഉൾപ്പെടെ നമ്മള് നല്ല രീതിയിൽ സമയം എടുത്ത് ചെയ്തൊരു വർക്കാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. ആ സമയം എടുത്തതിന്റെ ക്വാളിറ്റി കേട്ടോ. ചിലപ്പോ ഈ പറയുന്ന പോലെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം ഈ ക്ലീഷകളൊക്കെ അങ്ങനെയായിരിക്കും. കാര്യം മ്യൂസിക് ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല സമയം എടുത്ത് കറക്റ്റ് വർക്ക് ആവുന്നിടത്ത് വെച്ചിട്ട്. കാര്യം എനിക്ക് ഭയങ്കര ഞാൻ നിർബന്ധം പിടിക്കും എല്ലാത്തിലും. എനിക്ക് മ്യൂസിക് ചേട്ടാ ഇങ്ങനെ വേണം, ഇത് ഇവിടെ നിൽക്കണം, ഇതിൽ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു ശല്യക്കാരനാണ്, നമുക്ക് ഔട്ടാണല്ലോ. അപ്പം അതുകൊണ്ട് മാക്സിമം അതിനൊന്ന് അടിച്ചൊതുക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ശിവേട്ടനും കുറച്ച് കലിപ്പൻ ആംഗിളൊക്കെ ഉണ്ടല്ലോ ആ സീരിയലിന് പല പല ഭാഗങ്ങളായിട്ട്. ഇതിനകത്തും ഏകദേശം അതേപോലത്തെ അതല്ല, എന്നാലും വേറെ കൈൻഡ് ഓഫ് ഒരു ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടല്ലോ. അത് സാമ്യം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത്, അച്ചു ശിവനാവുന്നുണ്ടോടാ. ഞാൻ അങ്ങനെ നമ്മള് 3.5 വർഷം അത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി. ഒരു അഞ്ജലിന്റെ എന്തെങ്കിലും കേറി വരും, എനിക്ക് അറിയില്ല എപ്പോഴും വന്നിട്ടുണ്ടോന്ന്. ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ പോയി. കാര്യം പെരുമഴ, മൊത്തം മഴ. പിന്നെ ഞാൻ ഈ അഭിനയത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും ഇതൊക്കെ അങ്ങ് വിട്ടു. ഞാൻ ഇതിന്റെ പരിപാടിയൊക്കെ വിട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു സൈറ്റേട്ടൻ എടുത്ത് അച്ചുട്ടാ മഴ തോരോടാ അപ്പൊ ചേട്ടാ മഴ തോന്നില്ലേ മിക്കവാറും ഇന്ന് പണി പാടും. അപ്പൊ പുള്ളി മാറി നിന്നിട്ട് ടെൻഷൻ. എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ടെൻഷനും വിഷമങ്ങളൊക്കെ പറയുന്ന പുള്ളിയുടെ അടുത്താണ്. അപ്പൊ ഞാൻ പോയിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞ പുള്ളി നീ ഇനി എന്റെ അടുത്ത് ഒന്നും പറയരുത് അങ്ങനെയായിരുന്നു. പക്ഷെ അല്ല ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മള് ഈ വർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സീരിയൽ ചെയ്യുമ്പോഴേ തൊട്ടിട്ട് ഇവരൊക്കെ കളിയാക്കും എന്നെയും അച്ചുവിനെയും. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സാധനം എന്താ പറയാ, അച്ചു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം, ചേട്ടൻ കണ്ടല്ലോ അതിന്റെ ക്വാളിറ്റി. അപ്പോൾ എന്താ പറയാ, അത് മോശമാക്കരുതെന്ന് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവളാണെങ്കിലും രാത്രി 3 മണി വരെ 4 മണി വരെയൊക്കെ സുഖമില്ലായിരുന്ന സമയത്തൊക്കെ ഷൂട്ടിന് നിന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു വർക്ക് ഭയങ്കര നന്നായിട്ട് വരണം എന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ടെൻഷൻ. ആദ്യത്തെ ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനൊക്കെ പേടി തുടങ്ങി. കാരണം മുഖത്ത് ടെൻഷൻ. കാരണം വെച്ചാൽ ഇത് ബാക്കി ഇപ്പോൾ ഒരു ഡയറക്ടറും ആക്ടറും വന്ന് വർക്ക് ചെയ്യുന്ന പോലെയല്ല, ഇത് ഞങ്ങളുടെ വർക്ക് ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഇങ്ങനെ നേരത്തെ ചോദിച്ച പോലെ അപ്പൊ എനിക്ക് അച്ഛനോട് ഞാൻ ചോദിക്കും, അച്ചു ഞാൻ അഭിനയിക്കുമ്പോ ശിവനാവുന്നുണ്ടോടാ. മൊത്തത്തില് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പെണ്ണ് കാണൽ സീൻ ഉണ്ടല്ലോ, അത് ഷോർട്ട് ഫിലിമുകൾ
തുടക്കകാലം തൊട്ട്, അത് യൂട്യൂബ് എപ്പോഴാണ് ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്, അന്ന് കാലം തൊട്ടേ പെണ്ണ് കാണാൻ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമുകളുണ്ട്. 5000 എണ്ണെങ്കിലും ഈസി ആയിട്ട് യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്താണ് നിങ്ങൾ അവിടെ ഒരു പ്രത്യേകത കൊണ്ടുവരുന്നത്, ആ പെണ്ണ് കാണൽ സീനിന്റെ മൊത്തത്തില്. അത് എത്രമാത്രം ടഫായിരുന്നു? പെണ്ണ് കാണല് ഞങ്ങൾ ആദ്യം ഇതിന്റെ ഒരു ചെറിയൊരു പ്ലോട്ട്, ഒരു ചെറിയൊരു ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇപ്പൊ പറയില്ലേ ഇപ്പോഴത്തെ സ്ഥിരം പെണ്ണ് കാണൽ പരിപാടി, അതുപോലെ തന്നെ ആയിരുന്നു കഥ, മെയിൻ സംഭവം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഡ്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ എഴുതിയിട്ട്, പിന്നെ കുറെയൊക്കെ ഈ പറയുന്ന പോലെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്കിന്. ബോണി ചേട്ടനാണ് മ്യൂസിക് ചെയ്തത്, ബോണി ലൂയിസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ കണക്ക് ഇതില് മൊത്തത്തില് മൂന്ന് പാട്ടങ്ങളുണ്ട് ഇതില്. ശരിക്കും അതില് പുള്ളിയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 പാട്ടേ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം അതിൽ ഒരു പാട്ട് ഞാൻ ഒരു ഐഡിയ പരമായിട്ട് കളിച്ചതാണ്. അതായത് ഞാൻ ഒരു പാട്ടിന് 2 വെർഷനിലുള്ള ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ 2 സെക്ഷനിലോട്ട് മാറ്റിയിട്ട്, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് മേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മള് അത്യാവശ്യം ഈ പറഞ്ഞ കണക്ക് പണിയെടുത്തിട്ടാണ് ചെയ്തത്. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ അറിയില്ല ഈ 3 പാട്ടിന് ചേട്ടൻ അങ്ങനെ അത്രയും പാട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല എന്താ വെച്ചാൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പാട്ടുണ്ടാവും, ആ പാട്ട് നടുക്കി വെച്ചിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും. ഇത് പക്ഷെ ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് തോന്നി. ഈ സ്വന്തം ശബ്ദം ഇനി അങ്ങോട്ട് ഉപയോഗിച്ചൂടെ? ഇപ്പൊ സ്വന്തം ശബ്ദം തന്നെയാണ്, സീരിയലിൽ മാത്രമാണ്. സീരിയലിൽ ഉൾപ്പെടെ അത് ഉപയോഗിച്ചൂടെ? അത് അന്ന് ചെയ്തില്ല. സീരിയലിൽ അത് എന്താ വെച്ചാല് ഇപ്പം ഇവരുടെ ഞാൻ എന്റെ വോയിസ് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ പിന്നീടെന്ന് വെച്ചാല് നമ്മൾ ഈ ഞാൻ ആ സമയത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആദ്യത്തെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അഭിനയിക്കുകയും ചെയ്യും, എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി ഡബ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ എനിക്ക് അത്രയും വലിയ ക്യാരക്ടറല്ല, എനിക്ക് തന്നെ ഞാൻ ചില സമയത്ത് ഡബ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് ഒക്കെ പോയി ഡബ് ചെയ്യുന്നത്. കാര്യം എപ്പിസോഡിന് ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പോയി ഡബ് ചെയ്യും. അപ്പൊ ഞാൻ ഈശ്വര ഡബിങ് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു, കാര്യം പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിന് പോകണം. അപ്പൊ ഇവര് അത് എടുത്തിരുന്നെങ്കിലും ഭയങ്കര ഡെയിലി നമുക്ക് ഷൂട്ട് ഉണ്ടല്ലോ, മിക്ക സീൻസിലും നമ്മളുണ്ടാവും. ഇവർ ഇടയ്ക്ക് സീൻസിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഇവൻ ലൊക്കേഷനിൽ പോയി ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി പോകണം. പക്ഷെ രാവിലെ പിന്നെയും 6:30, 7 ആകുമ്പോൾ നമുക്ക് ലൊക്കേഷൻ പോകണം. അപ്പൊ അത് കുറച്ചൊരു ടയറിങ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ആഗ്രഹമുണ്ട് സൈജേട്ടനും ചേച്ചിക്കൊക്കെ പറയാറുണ്ടായിരുന്നു, ചിപ്പി ചേച്ചിയോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അപ്പൊ എത്ര ദിവസം ഇത് ഷൂട്ട് ചെയ്യും കണ്ടിന്യൂസ്ലി ഒരു സീരിയൽ? നമുക്കൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യും. അതെ, തുടക്കത്തിലൊക്കെ എപ്പിസോഡിന്റെ ബാക്കപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാസം ഒരുമിച്ച് അവിടെ തന്നെയായിരുന്നു. പിന്നെ പിന്നെ മാസത്തിലൊരു 20 days ഒക്കെ അവിടെ ഉണ്ടാവും. സജിൻ, ഞാൻ കുറെ കാലമായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഏതോ ടെലിഫിലിം തൊട്ടിട്ട് ഇപ്പൊ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പം അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ വിക്രം ഒക്കെ ഏകദേശം ഒരു 10-12 വർഷം സിനിമയുടെ പിന്നിൽ നടന്ന് അദ്ദേഹം സീരിയൽ ചെയ്ത്, ഡബ് ചെയ്ത്, ഷോർട്ട് ഫിലിംസ് ചെയ്ത്, പിന്നെ സിനിമയിൽ ഒരാളുടെ നായകന്റെ കൂടെയുള്ള റോൾ ചെയ്തിട്ടാണ് നായകനാവുന്നത്. ഇത് മടുപ്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് ഇങ്ങനെ കാത്തിരുന്ന് ഒരിക്കലും മടുത്തിട്ടില്ല. ഇല്ല, മടുത്തിട്ടൊന്നുമില്ല. കാരണം അത് അത്രയും ആഗ്രഹമാണ്, അതങ്ങനെ മടുക്കില്ല. കാരണം അത്രയ്ക്കും ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഇപ്പോഴും ഞങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു.